അപ്പോൾ എൻ്റെ പേര് ജോഹർ ഷാനാണ്. ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഒരു അംബീഷനുള്ള ഒരാളാണ്. അപ്പോൾ എൻ്റെ ചോദ്യം വെച്ചാൽ നമുക്ക് എല്ലാവർക്കും ഒരു മൈൻഡ് സെറ്റ് നല്ല ഒരു ആഗ്രഹം ഉണ്ടാവും. എനിക്കൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, എനിക്കൊരു സക്സസ്ഫുൾ ആളാവണം, നമുക്ക് ഒരു തോട്ട് ഉണ്ടാവും. പക്ഷേ ഒരു ദിവസമായിരിക്കും ചിലപ്പോൾ നമ്മളൊരു മോട്ടിവേഷൻ വീഡിയോ കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു സക്സസ്ഫുൾ ആളോ അല്ലെ റോൾസ് റോയ്സിലോ അല്ലെ എന്തെങ്കിലും നല്ല ലക്സറി കാറിലൊക്കെ പോകുമ്പോഴായിരിക്കും ഈ മോട്ടിവേഷൻ കിട്ടുക. പക്ഷേ ഈ ഒരു മൈൻഡ് സെറ്റ് കിട്ടിയതിന് ശേഷം ഒരു ടെമ്പററി ടൈം അതിൻ്റെ ഇതങ്ങ് പോയി പോകും. ഇത് പക്ഷേ ഇവർക്ക് ഈ ലോങ് ടേം ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് എനിക്ക് മാത്രമല്ല, എന്നെ പോലത്തെ പല ആൾക്കാരും ഇവരുടെ പല ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റിനെ ലോങ് ടേം ആയിട്ട് കൊണ്ടുവരാൻ എന്താണ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടിപ്സ്? അതാണ് നിങ്ങളെ 4 ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്. Maybe I'll start with my perspective, then we can go to others. എനിക്ക് തോന്നിയിട്ടുള്ളൊരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ പേരെന്തായിരുന്നു? ജൗഹർ പറഞ്ഞൊരു കാര്യം ബേസിക്കലി ഈ പറയുന്ന സക്സസ് അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ആ സക്സസ്സോ അല്ലെങ്കിൽ അവരുടെ ആ വിസിബിൾ ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളോ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മോട്ടിവേറ്റ് ചെയ്യും. പക്ഷെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അത് പോകുന്നു എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതെനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ആസ് എ ഓൺടർപ്രണർ നിങ്ങളുടെ ഫോക്കസ് ഈ പറയുന്ന സക്സസ്സിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഔട്ട്കമ്മിലോ മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങളിലേക്കോ അപ്പുറത്തേക്ക് നേരത്തെ നൗറൻ പറഞ്ഞതുപോലെ എന്ത് പ്രോബ്ലമാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്, ആ പ്രോബ്ലത്തോട് നിങ്ങളുടെ പ്രണയം എത്രത്തോളം ഉണ്ട്, നിങ്ങൾ എത്രത്തോളം ആ പ്രോബ്ലത്തോട് അറ്റാച്ച്ഡ് ആണ്, ആ പ്രോബ്ലത്തിൽ നിങ്ങൾ എത്രത്തോളം ഇൻവോൾവ് ആണ്, എത്രത്തോളം ഡീപ്ലി ഇൻവോൾവ് ആണ് എന്നുള്ളതായിരിക്കും നിങ്ങൾ അതിൽ നിലനിർത്തുക. കാരണം ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരെ നിങ്ങൾ ഉറങ്ങാൻ പറ്റില്ല, നിങ്ങൾ ഉറക്കം കെടുത്തു ആ പ്രോബ്ലം. അപ്പോഴാണ് നിങ്ങൾ അതൊരു സ്ട്രോങ് പ്രോബ്ലമായിട്ട് എടുക്കേണ്ടെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്യാൻ ഇറങ്ങുകയും വേണ്ടത്. മറ്റേത് ഓൺടർപ്രണർ ആവണം എന്നുള്ളൊരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ, വളരെ സർഫേസ് ലെവലിലൊരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലാണ് നിങ്ങൾ ഈ പറയുന്ന റോൾസ് റോയ്സിൽ ഇറങ്ങുന്നതും അല്ലെങ്കിൽ ഈ പറയുന്ന ഭയങ്കര മോട്ടിവേഷനായിട്ട് അവർ സംസാരിക്കുന്നതൊക്കെ നിൽക്കുന്നുള്ളൂ. അത് ഭയങ്കര ടെമ്പററി ആണ്. അത് ഈ സക്സസ് ഉണ്ടാവാനുള്ളൊരു ഭയങ്കരമായിട്ടുള്ള ജേണി ഉണ്ട്. ആ ജേണിയോട് നിങ്ങൾ അറ്റാച്ച്ഡ് ആവണം. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സക്സസ് വരുന്നുള്ളതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. What about you guys? I think money and all this privilege is byproduct of whatever you're doing to become an entrepreneur or in your entrepreneurial journey. So ഈ മോട്ടിവേഷൻ വീഡിയോസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ they only show you, അതായത് ഓക്കെ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ആ സമയത്തുള്ള എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ നെഗറ്റീവ്സ്, എന്തൊക്കെയാണ് വാട്ട് ഓൾ യു ഹാവ് ടു ഗോ ത്രൂ, അതൊന്നും ഒരിക്കലും ആ വീഡിയോസിൽ കാണിക്കില്ല. സോ ബേസിക്കലി ആ ഒരു വീഡിയോ എന്ന് വരുന്നത് ചെറിയൊരു ഡോപ്പമീൻ റൈസ് ആണ്. അതായത് ഓക്കെ പൈസ ഉണ്ടാക്കണം, പ്രിവിലേജ് കിട്ടും, അതിനെന്താ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ ബിസിനസ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പം ഈ പൈസൻ്റെ ഒക്കെ എനിക്കൊന്ന് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഇഫ് യു ഹാവ് ഒരു മേ ബി ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി, ഓരോ ആൾക്കാർക്ക് ഓരോ ലെവലായിരിക്കും, ബട്ട് ഫോർ സം പീപ്പിൾ ഒരു സ്പെസിഫിക് എമൗണ്ട് ഓഫ് മണി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് മീനിങ്ലെസ്, മോർ മണി ഈസ് മീനിങ്ലെസ്. സോ ഐ തിങ്ക് your fundamental reason to be an entrepreneur, of course, it's money making. I will never deny that. Money brings you happiness, of course. പക്ഷേ there has to be a purpose. ആ purpose driven അല്ലെങ്കിൽ ഇറ്റ് വിൽ ഡൈ ഓഫ്. നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി നിങ്ങൾ പൈസ ഉണ്ടാക്കി തുടങ്ങിയ ശേഷം ആയിക്കഴിഞ്ഞാലും ആ ഒരു ഫയർ പെട്ടെന്ന് വെയർ ഓഫ് ആയി പോകും. Anything to contribute? രാഹുൽ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ് ആഡോട്ട് ചെയ്യാനുള്ളത്. ഒരു പറഞ്ഞ പ്രിവിലേജുകൾ ഉണ്ടല്ലോ, അതിൽ ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഓർഡർ ആവുന്നതെങ്കിൽ ഏതെങ്കിലും മൊമെൻറ്റിൽ അതൊന്ന് ലൂസ് ഔട്ട് ആയാൽ, എന്തെങ്കിലും കുറവ് സംഭവിച്ചാൽ എന്ത് ചെയ്യും? എൻറ്റയർലി നെഗറ്റീവ്. ഒരിക്കലും മുമ്പോട്ട് മൂവ് ചെയ്യാൻ യാതൊരു പോസിറ്റീവ് ഒരു അംബീഷൻ ഉണ്ടാവില്ല. ബട്ട് എല്ലാവരും പൊതുവെ അവോയ്ഡ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസിനെ നിങ്ങൾക്ക് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റിയാൽ അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നാൽ ആ ഇഷ്യൂ എന്ത് ചെയ്യുന്നില്ല, എത്രത്തോളം കൂടും തോറും നിങ്ങൾക്ക് എന്ത് ചെയ്യും? ബിൽഡ് ചെയ്യാനുള്ള ചാൻസസ് കൂടിക്കൊണ്ടിരിക്കുക ചെയ്യുക. സോ നിങ്ങൾ എപ്പോഴും ബിൽഡ് ചെയ്യേണ്ടത് ആ ഒരു ബാക്ക് ബോണിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം. ബാക്കിയെല്ലാം കിട്ടുന്ന പാസീവ്ലി കിട്ടുന്ന എല്ലാവരും ബോണസായി കരുതുക. സോ ഈ ബോണസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബിൽഡ് ചെയ്യേണ്ടത്. ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ ഇമ്പാക്ട് യു ക്രിയേറ്റ്. ഓക്കെ, ഇവർ പറഞ്ഞതിനോട് ഞാൻ 100% അഗ്രി ചെയ്യുന്നു. വൺസ് യു ഹാവ് മണി, ഈ പണം പിന്നെ മാർജിനൽ എഫക്റ്റേ പണത്തിന് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുള്ളൂ. പക്ഷേ അണ്ടിൽ ദെൻ മേക്ക് മണി ഈസ് ദ നമ്പർ 1 പ്രയോറിറ്റി വൈ യു വാണ്ട് ടു ഡു എ ബിസിനസ്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? വി ഓൺലി ഹാവ് 1 ലൈഫ് ഇൻ ദിസ് പ്ലാനറ്റ് എർത്ത്. ആ ജീവിതത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണം? ഓക്കെ, മേ ബി യു വാണ്ട് എ പോർഷെ, മേ ബി യു വാണ്ട് എ BMW,
you never know. I mean, I don't know about you, but I want those kind of things. So അതാണോ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്? ലെറ്റ് ദാറ്റ് ബി ദ റീസൺ വൈ യു സ്റ്റാർട്ട് എ ബിസിനസ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് ടൂർ പോവുകയാണോ വേണ്ടത്? ലെറ്റ് ദാറ്റ് ബി ദ റീസൺ വൈ യു സ്റ്റാർട്ട് എ ബിസിനസ്. ഫോർ എ സ്റ്റാർട്ടിങ് ദിസ് ഈസ് വെരി ഗുഡ്. കാരണം ദാറ്റ് വിൽ പുഷ് യു. അതല്ലെങ്കിൽ നിങ്ങളിപ്പോൾ നിലവിൽ ബൈക്കിലാണോ നിങ്ങൾ ഓഫീസിൽ പോകുന്നത്, വെയിൽ കൊള്ളുമ്പോൾ ഓരോ സമയത്തും ചിന്തിക്കുക, ഐ ഹേറ്റ് ദിസ്, ഇതിന്നൊന്ന് പുറത്ത് കിടക്കണം, ഇതിന്നൊന്ന് പുറത്ത് കിടക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? യു നീഡ് മണി, റൈറ്റ്? അപ്പം ലെറ്റ് ദ റീസൺ ബി ഫോർ യുവർ സ്റ്റാർട്ടിങ് ബി മണി, നോ ഡൗട്ട്. അത് കഴിഞ്ഞിട്ട് വൺസ് യു ആർ ഇൻ ദ ഗെയിം യു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് മേ ബി കുറച്ചൊക്കെ പൈസ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ നിങ്ങളെ കംഫർട്ടിലേക്ക് നിങ്ങൾ എത്തിക്കഴിയുമ്പോൾ യു വിൽ ക്വസ്റ്റ്യൻ ദ മീനിങ് ഓഫ് മണി. വൈ? ഐ മീൻ ഓക്കെ, ഇതല്ല ശരിക്കും എനിക്ക് വേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു കുറച്ച് തോട്ട്സുകളൊക്കെ എക്സ്ട്രാ വരും. ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കുക, വൈ ഷുഡ് ഐ കണ്ടിന്യൂ ടു ദിസ്? അതുവരെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് പണം മാത്രമായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ലെറ്റ് ദാറ്റ് ബി ലൈക്ക് യുവർ മന്ത്ര. ഐ വാണ്ട് ടു മേക്ക് മണി. എൻ്റെ കൂടെയുള്ളവർക്ക് നല്ല ജീവിതം കൊടുക്കാം. ഓക്കെ, നിങ്ങൾ ചാറ്റ് ചെയ്തോളൂ, നിങ്ങൾക്ക് പണം വേണമെങ്കിൽ ഐ ക്യാൻ ലൈക്ക് ഗിവ് ടു ഹോംലെസ് പീപ്പിൾ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ തുടക്കത്തിൽ പണം എന്നുള്ള നമ്പർ 1 ലക്ഷ്യം വെച്ചിട്ട് നിങ്ങൾ തുടങ്ങിക്കോളൂ. ബട്ട് ആസ് യു മൂവ് ഫോർവേഡ്, find reasons which will push you even further to make more money. റൊണാൾഡോ ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഇഫ് മണി വാസ് ഹിസ് റീസൺ ഹി വുഡ് ഹാവ് സ്റ്റോപ്ഡ് ഓൾറെഡി. സോ ആ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത് വേറെ മറ്റു പല കാരണങ്ങളായിരിക്കാം. ഫൈൻ വാട്ട് ഈസ് യുവേഴ്സ്. Okay. I have a point to add. Please. This might be a very controversial opinion. If you want to be an entrepreneur, stop watching motivational videos of business coaches. It might be very controversial, but I have to say what I have to say. Watch podcasts of entrepreneurs who have built something from scratch. Just keep doing that, and I think you will get more insights on what you have to do and what you have to not do.